വെൽക്കം പ്രിയപ്പെട്ടവരെ ലൂമിനസ് റേഡിയോയുടെ വചനധാര എന്ന പ്രോഗ്രാമിലേക്ക്. ഈ പ്രോഗ്രാം ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ വചനം വായിക്കാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. എൻ്റെ പേര് ജീന ഗ്രേസ് ചാൾസ് എന്നാണ്. എന്നെ എല്ലാവരും ഗ്രേസ് എന്നാണ് വിളിക്കുക. എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു PhD ഉണ്ട്. ഞാനിപ്പോൾ പ്രാക്ടിക്കൽ തിയോളജിയിൽ PhD ചെയ്യാനായിട്ട് US വന്നു. ഇവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിയോളജിയിൽ. അപ്പോൾ ചെറുതിലെ തൊട്ട് എൻ്റെ വലിയൊരു തേഴ്സ്റ്റും വലിയൊരു പാഷനുമാണ് കർത്താവിൻ്റെ വചനം. ഒത്തിരി ബൈബിൾ ക്വിസിലും ഒക്കെ ചെറുതിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് വചനം ആഴത്തിൽ പഠിക്കാനും അങ്ങനെ വചനം ഷെയർ ചെയ്യാനും ഒക്കെ കൂടുതലായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ഈശോയുടെ വചനം ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ആഴത്തിൽ അതിലോട്ട് പോകാനായിട്ടൊരു പ്രേരണ കർത്താവിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് വചനം വായിക്കാൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. എല്ലാ ദിവസവും കുറച്ച് ഒരു വചനത്തിൽ കുറച്ച് ഭാഗം നമ്മൾ വായിക്കും. ഒത്തിരി ബൈബിൾ കമൻട്രീസ് എല്ലാ വചന ഭാഗങ്ങളെയും പറ്റിയുണ്ട്. വർഷങ്ങളായിട്ട് 2000 years ഓഫ് ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് ഒത്തിരി വചനത്തിൻ്റെ കമൻട്രികളുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള ജെറോം കമൻട്രി ഉണ്ട്, അതുപോലെ വേർഡ് ഓൺ ഫയർ, ഇഗ്നേഷ്യസ് സ്റ്റഡി ബൈബിൾ, ഇങ്ങനെ ഒത്തിരി കമൻട്രീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിങ്ങനെ കമൻട്രീസ് വായിക്കുകയും അതിന് ബേസ്ഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ കൂടുതലായിട്ടും അങ്ങനെ ഒരു അക്കാഡമിക് ലെവലിനേക്കാളും പ്രാവർത്തികമായ രീതിയിൽ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഈശോ എങ്ങനെ വചനത്തോട് നമ്മോട് സംസാരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, നമുക്ക് ഡെയിലി എങ്ങനെ വചനം പ്രാക്ടിക്കലാക്കാൻ പറ്റും, ഇതൊക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഫ് കോഴ്സ് അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മിസ് ചെയ്യത്തില്ല. അങ്ങനെയും ഒരു ആഴമുള്ള ഒരു തിയോളജി നമ്മളിതിനകത്ത് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്നുകൂടി വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ്സ് വാക്ക് ദിസ് ജേർണി ടുഗെദർ. കർത്താവിൻ്റെ വചനത്തിലേക്ക് ആഴപ്പെടാനും അതുപോലെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരാനും ഈ വചനത്തിൻ്റെ സ്റ്റഡി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കപ്പോൾ തുടങ്ങാം. ഞാൻ ഇന്ന് ആദ്യം വായിക്കുന്നത് ഈ സ്റ്റഡി മൊത്തത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോസ്പേഴ്സ് ബേസ്ഡ് ആയിട്ടായിരിക്കും. സുവിശേഷത്തിൽ നമ്മൾ തുടങ്ങും. ഈശോയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്നുള്ളത് കൊണ്ട് ഈശോയുടെ ലൈഫ് ആദ്യം വായിക്കും. പിന്നെ ഈശോയെ സ്നേഹിച്ച് ഈശോയെ ഫോളോ ചെയ്ത ഡിസൈപ്പിൾസിൻ്റെ ലൈഫ്. അപ്പോൾ പുതിയ നിയമം ഒന്ന് വായിച്ച് തീർക്കും. അതിൻ്റെ വിചിന്തനങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും, പ്രാർത്ഥിക്കും ഒരുമിച്ച്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ബൈബിൾ എടുക്കുക, എൻ്റെ കൂടെ ഈ ഒരു ജേണിയിൽ പങ്കുചേരുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ഓക്കെ, സോ ഞാൻ ഇന്ന് വായിച്ചു തുടങ്ങുന്ന മത്തായിയുടെ സുവിശേഷം, യേശുവിൻ്റെ വംശാവലി. അബ്രാഹത്തിൻ്റെ പുത്രനും ദാവീദിൻ്റെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ഭവ ചരിത്ര ഗ്രന്ഥം. അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെ പിതാവായിരുന്നു. യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യൂദാ താമാറിൽ നിന്നുള്ള പെരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു. പേരസ് ഹെസ്രോണിൻ്റെ പിതാവായിരുന്നു. ഹെസ്രോൺ ആരാമിൻ്റെ പിതാവായിരുന്നു. ആരാം അബിനാദാബിൻ്റെ പിതാവായിരുന്നു. അബിനാദാബ് നഹ്ഷോൻ്റെ പിതാവായിരുന്നു. നഹ്ഷോൻ സൽമോൻ്റെ പിതാവായിരുന്നു. സൽമോൻ റാഹാവിൽ നിന്നുള്ള ബോവാസിൻ്റെ പിതാവായിരുന്നു. ബോവാസ് റൂത്തിൽ നിന്നുള്ള ഓബദിൻ്റെ പിതാവായിരുന്നു. ഓബദ് ജസ്സയുടെ പിതാവായിരുന്നു. ജസ്സെ ദാവീദ് രാജാവിൻ്റെ പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിൻ്റെ പിതാവായിരുന്നു. റഹോബോവാം അബിയായുടെ പിതാവായിരുന്നു. അബിയ ആസായുടെ പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെ പിതാവായിരുന്നു. യോസഫാത്ത് യോറാമിൻ്റെ പിതാവായിരുന്നു. യോറാം ഓസിയയുടെ പിതാവായിരുന്നു. ഓസിയ യോഥാമിൻ്റെ പിതാവായിരുന്നു. യോഥാം ആഹാസിൻ്റെ പിതാവായിരുന്നു. ആഹാസ് ഹെസക്കിയയുടെ പിതാവായിരുന്നു. ഹെസക്കിയ മനാസയുടെ പിതാവായിരുന്നു. മനാസെ ആമോസിൻ്റെ പിതാവായിരുന്നു. ആമോസ് ജോസിയയുടെ പിതാവായിരുന്നു. ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള യക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷമുള്ള സലാത്തിയേലിൻ്റെ പിതാവായിരുന്നു. സലാത്തിയേൽ സെറുബാബേലിൻ്റെ പിതാവായിരുന്നു. സെറുബാബേൽ അബയൂദിൻ്റെ പിതാവായിരുന്നു. അബയൂദ് എലിയാക്കിമിൻ്റെ പിതാവായിരുന്നു. എലിയാക്കിം ആസൂറിൻ്റെ പിതാവായിരുന്നു. ആസൂർ സാദോക്കിൻ്റെ പിതാവായിരുന്നു. സാദോക്ക് അക്കീമിൻ്റെ പിതാവായിരുന്നു. അക്കീം ഏലിയൂദിൻ്റെ പിതാവായിരുന്നു. ഏലിയൂദ് എലിയാസറിൻ്റെ പിതാവായിരുന്നു. എലിയാസർ മഥാൻ്റെ പിതാവായിരുന്നു. മഥാൻ യാക്കോബിൻ്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകളും, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകളും, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളുമാണ് ആകെയുള്ളത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഈ വംശാവലി വായിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പഠനം നമ്മൾ തുടങ്ങുകയാണ്. ഇനിയുള്ള ദിവസം നമ്മൾ കൂടുതൽ വായിക്കും. ഒരു 3-4 ചാപ്റ്റേഴ്സ് എങ്കിലും ഡെയിലി നമ്മൾ കവർ ചെയ്യും. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഈ ഒരു ആരംഭത്തെ പറ്റി നിങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വചനം, മത്തായിയുടെ സുവിശേഷം ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് വചനം തന്നെ ഇതാണ്:
അബ്രാഹത്തിൻ്റെ പുത്രനും ദാവീദിൻ്റെ പുത്രനുമായ യേശുക്രിസ്തുവിൻ്റെ ഉദ്ഭവ ചരിത്ര ഗ്രന്ഥം. പണ്ടത്തെ റൈറ്റിങ്സ്, പ്രത്യേകിച്ച് ഏൻഷ്യൻ ടൈംസിലുള്ള റൈറ്റിങ്സ്, വലിയ വലിയ ആൾക്കാരെ പറ്റി എഴുതുമ്പോഴൊക്കെ തന്നെ അവരുടെ ജനനം ഇതിലാണ് എപ്പോഴും വിവരണം ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെയൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ട് പറയാവുന്നത്. അപ്പോൾ അവരുടെ ജനനത്തെ പറ്റി അവരൊന്ന് ഹിസ്റ്റോറിക്കലി പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സ്പെസിഫിക്കലി പറഞ്ഞ അബ്രഹാത്തിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ, ഈ രണ്ട് കാര്യങ്ങളും. എന്നിട്ട് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവ ചരിത്ര ഗ്രന്ഥം. അപ്പോൾ ഈ മൂന്ന് ടൈറ്റിൽ നമ്മൾ കാണും. ഒന്ന് അബ്രഹാത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നു, പിന്നെ ദാവീദിൻ്റെ പുത്രനാണെന്ന് പറയുന്നു, പിന്നെ യേശു ക്രിസ്തു. ഇതെല്ലാം തന്നെ ടൈറ്റിൽസ് ആണ്. യേശു എന്നുള്ളത് പേരാണ്, ക്രിസ്തു എന്നുള്ളത് ടൈറ്റിലാണ്. അബ്രഹാത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവപുത്രനായ ഈശോ. അപ്പോൾ മാർക്കിൻ്റെ സുവിശേഷം, നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ എന്നാണ് തുടങ്ങുന്നത്. ഇതങ്ങനെ ഡയറക്റ്റ്ലി പറയുന്നില്ല. അതിന് പകരം ഈശോ മെസ്സായ, മെഷിഹ, യേശു ക്രിസ്തു, ക്രിസ്തു എന്ന് പറയുന്ന മെഷിഹ, ക്രിസ്തുസ് എന്നുള്ളത് ഇസ്രായേലിൻ്റെ മുഴുവൻ രക്ഷകനാണ് എന്നവിടെ ഹിൻഡ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ജൂയിഷ് റേസിലോട്ട് ആദ്യമേ യേശുവിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് മാത്യുവിടെ. അപ്പോൾ യഹൂദനാണ്, കാരണം അബ്രഹാത്തിൻ്റെ പുത്രനാണെന്നുള്ളത് യഹൂദനാണെന്ന് പ്ലേസ് ചെയ്യുന്നു. പിന്നെ കിങ്ലി ഒരു ദൗത്യം കാണിക്കാൻ വേണ്ടി അവിടെ പറയുകയാണ് ദാവീദിൻ്റെ പുത്രനുമായ. അപ്പോൾ അബ്രഹാത്തിൻ്റെ പുത്രനാണ് ബിക്കോസ് ഈസ് എ ജൂ, ദാവീദിൻ്റെ പുത്രനാണ് ബിക്കോസ് ഈസ് എ കിങ്. എന്നിട്ട് പറയുകയാണ് ഇത് യേശു മിശിഹ, യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈശോയെ ഡയറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുവാണ് ഇവിടെ മാത്യു ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് അബ്രഹാം തൊട്ട് ജോസഫ് വരെയുള്ള ഈശോയുടെ ജീനിയോളജി, ഈശോയുടെ വംശാവലി നമ്മളൊക്കെ ചെറുതിൽ തന്നെ കേട്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ആ ഒരു നല്ലൊരു എക്സസൈസാണ് മത്തായിയുടെ സുവിശേഷം തുടക്കം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിതെല്ലാം വായിക്കുന്നു. അതുപോലെ അബ്രഹാം തൊട്ട് ദാവീദ് വരെ 14, അങ്ങനെ എത്ര തലമുറകൾ കടന്നുപോയി നമ്മളിതിനകത്ത് കേൾക്കുന്നു. പ്രധാനമായിട്ടും ഞാൻ നിങ്ങളുടെ ഒരു എന്താ പറയുക ശ്രദ്ധ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് കുറച്ച് വിമൻ്റെ കാര്യം, കുറച്ച് സ്ത്രീകളുടെ കാര്യമേ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം പുരുഷന്മാരാണ്, അല്ലേ? ഇന്നയാളുടെ പിതാവ്, അവിടെയൊക്കെ കുറച്ച് സ്ത്രീകളുടെ പേര് നമ്മൾ കേൾക്കും. ഒന്ന്, നമുക്ക് റൂത്തിനെ പറ്റി ഇവിടെ വായിക്കാൻ പറ്റും, റാഹാബിനെ പറ്റി വായിക്കാൻ പറ്റും, ബത്ഷബയെ പറ്റി ഒരു ഹിൻഡുണ്ട്, കാരണം സോളമൻ്റെ അപ്പനാണ് ദാവീദ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ പെണ്ണുങ്ങളെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് പലതും അവർ മിക്കവരും ജെൻറ്റൈൽസ് ആണെന്ന് ഹിൻഡ് ചെയ്യുന്നു. അതുപോലെ ഒരു സെക്ഷൽ ഇമ്മോറാലിറ്റി, ഒരു ഇംപ്യൂർ ആയിട്ടുള്ള ലൈഫ് നടത്തിയിട്ടുള്ളവരാണ് എന്നൊരു ഹിൻഡ് അവിടെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വംശാവലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു യഹൂദരുടെ ആ കാലഘട്ടത്തെ കൾച്ചറിൽ സ്ത്രീകളെക്കാളും പുരുഷന്മാർക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ വചനമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പോലും അതിനകത്ത് സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം കൊണ്ടുവരാനായിട്ട് എഴുത്തുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ദൈവത്തിന് മുമ്പിൽ സ്ത്രീയൊന്നോ പുരുഷനൊന്നോ വ്യത്യാസമില്ല. നമ്മൾ പിന്നെ സെൻറ്റ് പോൾ എഴുതുന്നതൊക്കെ നമ്മൾ വായിക്കും, അടിമയെന്നോ അതുപോലെ യഹൂദെന്നോ വിജാതികൾ, ഇങ്ങനെയൊന്നും വേർതിരിവില്ലാത്തവരാണ് ദൈവം. എല്ലാ മനുഷ്യരെയും തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ക്രിയേറ്റ് ചെയ്ത ദൈവത്തിന് അങ്ങനെ വേർതിരിവുകളില്ല. അപ്പം മനുഷ്യരിലും പ്രത്യേകിച്ച് നമ്മളുടെ സുവിശേഷമൊക്കെ എഴുതി വരുന്ന സമയത്തൊക്കെ തന്നെ ആ പ്രേരണകൾ ദൈവം കൊടുക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ സ്ത്രീകളുടെയൊക്കെ റെഫറൻസ് പോലും ഇത്രയും വലിയ ഒരു വംശാവലിയിൽ വന്നേക്കുന്നത്. അതും ആ സ്ത്രീകളൊക്കെ തന്നെ ജെൻറ്റൈൽസാണ്, അവർ പല രീതിയിലും വീക്ക്നെസ് ഉള്ളവരാണെന്നൊക്കെ നമ്മൾ കാണുമ്പോഴും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ആരെയും മാറ്റി നിർത്തുന്നില്ല. അന്ന് സമൂഹത്തിൽ നിന്ന് പുറത്ത് നിന്നവരായിട്ട് കരുതിയിരുന്ന അല്ലെങ്കിൽ വീക്കായിട്ട് കരുതിയിരുന്ന സ്ത്രീകളും പ്രോസ്റ്റിറ്റ്യൂട്ട്സും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയിൽ വേറാക്കുണ്ടായ കൊച്ചെന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഹിൻഡ് ചെയ്തേക്കുന്നത് പോലും ദൈവം അതൊന്നും പരിഗണിക്കാതെ തൻ്റെ തിരഞ്ഞെടുപ്പ് കൊണ്ടുപോയിരിക്കുന്നു. യേശുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് ഇന്നത്തെ വചനഭാഗത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നിന്ന് കാണുന്നത് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പാണ്. കുറവുള്ളവരെ കർത്താവ് മറന്നില്ല, അവഗണിച്ചില്ല എന്നുള്ളത്, വീക്കായിട്ടുള്ളവരെ കർത്താവ് ഉപേക്ഷിച്ചില്ല എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ ദാവീദിൻ്റെ കാര്യം പറയുമ്പോൾ ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമൻ്റെ പിതാവായിരുന്നു. ദാവീദ് അനുദപിച്ച പാപത്തിൻ്റെ ജീവിതം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ, അതായത് ഒരു പ്രവാചകൻ, നാഥാൻ പ്രവാചകൻ പറയും നീ തെറ്റിയതെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളിതൊക്കെ ഇനി നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണും. ഇതെല്ലാം ഞാനിപ്പോൾ ജസ്റ്റ് റെഫർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ പാപത്തിൽ നിന്ന് അനുദപിക്കാനായിട്ട് ദാവീദ് അപ്പം തന്നെ മനസ്സ് കാണിച്ചു. അനുദപിച്ച ദാവീദിൻ്റെ അടുത്ത് ദൈവം കാണിക്കുന്നത് ഏത് പാപത്തിലാണോ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് അതേ പാപത്തിനെ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റി. സോളമനെ ആ പാപത്തിൽ നിന്ന് അത് പാപം മാറി പിന്നെ ഭാര്യയായി മാറുന്നു, ബത്ശബയുടെ ഹസ്ബൻഡ് മരിക്കുന്നു. അങ്ങനെയൊക്കെ എന്താണല്ലോ ആ സോളമനെയാണ് അടുത്ത രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അത് ദാവീദിൻ്റെ ആദ്യത്തെ പുത്രനല്ല.
ദാവീദിനും ബാക്കിയുള്ള ഭാര്യമാരൊക്കെ ബത്ശബയ്ക്ക് മുമ്പുള്ള ഭാര്യമാരുണ്ട്, അവരെ ഒന്നുമല്ല ചൂസ് ചെയ്തത്. പാപത്തിൽ നിന്ന് തന്നെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ കുറവുകളെ പോലും നമ്മൾ ആഴമായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം നന്മയ്ക്കുള്ള സ്രോതസ്സായിട്ട് നമ്മുടെ കുറവുകളെ പോലും മാറ്റും. അതാണ് ഈ ഒരു വചന ഭാഗത്ത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് തോന്നുന്നൊരു ഭാഗം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രാർത്ഥനയിൽ ഇന്നത്തെ വചന ഭാഗം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, ഇന്ന് ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനോർത്ത് ഒത്തിരി നന്ദി പറയുന്ന ഈശോയെ. അങ്ങയുടെ ജീവിതം തുടങ്ങുന്നത് ഞങ്ങളിന്ന് കേൾക്കുന്നു. ഒരു വലിയൊരു ജനതയിൽ നിന്ന് ദൈവം അവരെയൊക്കെ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് തിരഞ്ഞെടുത്ത് ഒരുക്കി കൊണ്ടുവന്നു. പിന്നെ അവിടെ മറിയമുണ്ടായി, മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു. എത്ര വലിയ തിരഞ്ഞെടുപ്പ് ദൈവം നടത്തിയിരിക്കുന്നു. ഞങ്ങൾ അറിയാതെ ആദ്യം തൊട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ട്രേസ് ചെയ്താൽ എത്രയോ തലമുറകൾ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങളാകുന്ന വ്യക്തികൾ എത്തുന്നത് വരെ ദൈവം ഞങ്ങളെ സ്നേഹത്തോടെ ഉരുവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കാലത്തിന് തികവിൽ ഞങ്ങളിവിടെ ജീവിക്കുമ്പോൾ ഈശോയെ, അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും കണ്ട് ഞങ്ങൾ ഇതിലൂടെയൊക്കെ മെനഞ്ഞെടുത്തു കൊണ്ട് വന്നു. ഞങ്ങളുടെ പൂർവികരിലൂടെയൊക്കെ ഞങ്ങൾ അതിനൊക്കെ നന്ദി പറയുന്നു. അതുപോലെ ഈശോയെ, ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ പാപത്തിൽ ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചില്ല. ഞങ്ങളെപ്പോൾ അനുദപിക്കുന്നുവോ ആ പാപത്തിൻ്റെ കാരണങ്ങളെപ്പോലും നന്മയ്ക്കായിട്ട് മാറ്റാൻ അങ്ങക്ക് കഴിവുണ്ട്. ഞങ്ങൾ പാപത്തെ ഉപേക്ഷിക്കുകയും അനുദപിക്കുകയും ട്രാൻസ്ഫോർമേഷന് ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്താൽ മാത്രം മതി ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഈ ബോധ്യങ്ങളോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അനുതാപത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ചു കൊണ്ടുള്ള പുതിയ ജീവിതത്തിൻ്റെ പുതിയ വഴിത്തിരിവിൻ്റെ വർഷമായിരിക്കട്ടെ ഇനിയുള്ളതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപകളൊക്കെ ഈ പ്രാർത്ഥനയിലൂടെ വായനയിലൂടെ ഞങ്ങൾ സ്വന്തമാക്കുന്നു. ഈശോയെ നന്ദി. പരിശുദ്ധമ്മേ, അമ്മയുടെ വഴി നടത്തിപ്പിനും അമ്മ ഞങ്ങളെ താങ്ങുന്നതിനും അമ്മയുടെ മാധ്യസ്ഥനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്നത്തെ വചനം ഭാഗം ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. നമ്മൾ തുടങ്ങുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നമ്മൾ ആഴത്തിൽ വചനം പഠിക്കാനൊക്കെ ശ്രമിക്കും. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവർക്കും ഇത് ഫ്രൂട്ട്ഫുൾ ആകണം. അതുകൊണ്ട് ഒത്തിരി പേരിലേക്ക് പങ്കുവയ്ക്കുക. നമുക്ക് ഒരുമിച്ച് ഈ ഒരു വചന പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.